പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് പ്രോ ടൂൾസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. പ്രോ ടൂൾസിലാണ് ഞങ്ങൾ ഈ പടങ്ങൾ മുഴുവൻ സൗണ്ട് ഡിസൈൻ ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും മിക്സ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ഈ പ്രോ ടൂൾസ് ഈ സോഫ്റ്റ്വെയറിൽ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നിങ്ങൾക്ക് കാണാം ഈ ഇതിൽ ഏറ്റവും മുകളിലിരിക്കുന്നത് ഇതിപ്പോൾ ഒരു സോങ്ങിൻ്റെ സെഷനാണ്. ഞങ്ങൾ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ശബ്ദവും പിക്ചറും കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു സംഭവമാണിത്, ഒരു പേജാണ്. അപ്പോൾ ഈ ട്രാക്കിനനുസരിച്ച് ഇതിപ്പോൾ സോങ്ങിൻ്റെ സെഷനാണെന്ന് ഞാൻ പറഞ്ഞു, അതിനനുസരിച്ച് തൊട്ട് താഴെ ഈ കാണുന്നത് ശബ്ദങ്ങളാണ്. ഈ പല നിറങ്ങളിൽ നിങ്ങൾ കാണുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ശബ്ദങ്ങളാണ്. അത് പല ട്രാക്കുകൾ, അതായത് ചിലത് ഇത് കിക്ക് ട്രാക്കാണ് പാട്ടിൻ്റെ. ഈ താഴെ കാണുന്ന അതിൻ്റെ സ്നെയർ ആണ്. അപ്പോൾ ഇത് എല്ലാം കൂടെ ചേരുന്നതാണ് ഈ സോങ്ങിൻ്റെ സെഷൻ. അപ്പോൾ ഇത് പല പല ശബ്ദങ്ങളാണ്. ഇപ്പോൾ സ്ട്രിങ്സ്, ഇത് ഞാൻ സോളോ പ്ലേ ചെയ്യാം. ഈ പാട്ടിൽ കേൾക്കുന്ന ഒരു കീബോർഡ് പ്രോഗ്രാമിംഗ് ടോണാണ്. ഇത് ഗിറ്റാർ, ഇത് മറ്റൊരു കീബോർഡ് ടോൺ, പിന്നെ സ്ട്രിങ്സ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് പ്ലേ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ സോങ്ങിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുന്നത്. അത് കറക്റ്റ് ബാലൻസിൽ ട്രാക്ക് ടു ട്രാക്ക്. ഇപ്പോൾ നിങ്ങൾ പാട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മൊത്തത്തിൽ കൂട്ടാം, കുറയ്ക്കാം, അത്രേ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ ഈ സെഷൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് കേൾക്കുന്ന ഏതൊരു ശബ്ദത്തെയും നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് കഴിയും. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഇത്രയും 150-200 ട്രാക്കോളം ഉണ്ട്. ഈ 200 ട്രാക്കോളം സൗണ്ടുകളുടെ ട്രാക്കുകൾ തമ്മിലുള്ള ബാലൻസ്, അത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് അതിന് വേണ്ട വിധത്തിലുള്ള EQ, അതായത് നമ്മൾ കേൾക്കുമ്പോൾ ഇമ്പമുള്ള ഒരു ടോണായിരിക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഷാർപ്നെസ്സും ബേസും ഇതെല്ലാം നമ്മൾ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഈ സ്ട്രിങ്ങിന് ഒരു EQ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മറ്റൊരു പ്ലഗിനാണ്. ഇതാണ് ഒരു ഈക്വലൈസർ. ആക്ച്വലി ഇതിനകത്ത് നമുക്ക് ഈ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസിയെ മാറ്റാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പ്ലഗിനാണിത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഷാർപ്നെസ് കൂട്ടണം, അതായത് നമുക്ക് ട്രബിൾ കൂട്ടുക എന്ന് പറയില്ല, അതായത് ഷാർപ്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ എഡ്ജ് പോയിന്റിൽ നമ്മളത് ഇൻക്രീസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഷാർപ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ആ പർട്ടിക്കുലർ വയലിൻ്റെ. അപ്പോൾ അതേപോലെ ശബ്ദം, ലൈക്ക് ഇപ്പോൾ വോക്കൽ ട്രാക്ക് ഇതായി ഏറ്റവും താഴെ ഇരിക്കുന്നതാണ്. ഈ വോക്കൽ ട്രാക്കിന് ഞാൻ ഒരു EQ ഇതേപോലെ എൻഡ് ഒരു ഷാർപ്നെസ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊരു കംപ്രസറാണ്. ഇതിന് ശബ്ദത്തിന് കൂടുതൽ ഗാംഭീര്യം കൊടുക്കും. അതേപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ശബ്ദത്തിനെ മുകളിലേക്ക് കൊണ്ടുവരും, വളരെ ഹൈയിൽ നിൽക്കുന്ന ശബ്ദത്തിനെ കൺട്രോൾ ചെയ്ത് പിടിക്കും. അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യുന്ന ഒരു പ്ലഗിനാണിത്. അപ്പം അങ്ങനെ പല 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 പ്ലഗിൻസുകൾ ആഡ് ചെയ്ത് ഓരോ ടോണിനെയും വളരെ അങ്ങനെ പോളിഷ് ചെയ്ത് കൊണ്ടുവന്നാണ് ഫൈനലി നിങ്ങൾ തിയേറ്ററിൽ കേൾക്കുന്ന ഒരു സോങ് ആയി വരുന്നത്. അതിന് പിന്നെ ഈ 7.1, ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് നമ്മളിതിപ്പോൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു 5.1 മിക്സാണ്. അപ്പോൾ ഈ 5.1 മിക്സിൽ ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകതകൾ ഇത് തന്നെ 7.1 ആക്കണം, 5.1 ആക്കണം. ഇപ്പം ഞാൻ എൻ്റെ സെഷൻ എന്ന് പറയുന്നത് 5.1 സെഷനാണ്. അതിൻ്റെ ഇതാണ് എൻ്റെ ഒരു പാനർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് ശബ്ദത്തിൻ്റെ ഈ പറയുന്ന സ്ട്രിങ്ങിൻ്റെ പൊസിഷനാണ്. ഇപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഡോട്ട് ഉണ്ടല്ലേ, ഈ ഒരു ഡോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ആ ശബ്ദം നമ്മളിങ്ങനെ എങ്ങോട്ട് വെക്കണം, ആ ശബ്ദം നമ്മൾ എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളൊരു ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന തിയേറ്ററിൻ്റെ ഒരു രൂപം. ഇപ്പോൾ നമ്മൾ ഈ ഡോട്ടിനെ ഞാൻ മുമ്പോട്ട് നീക്കി ഇവിടെ കൊണ്ടുവച്ചാൽ ശബ്ദം സെൻട്രൽ സ്പീക്കറിലേക്ക് പോകും. ഈ ഡോട്ടിനെ ഞാൻ ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ ആ അതേ ശബ്ദം തന്നെ ലെഫ്റ്റിലും റൈറ്റിലും പോകും. ഇതേ ശബ്ദത്തിനെ ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് കുറച്ച് മുമ്പിലും കുറച്ച് പുറകിലും ആയിട്ട് ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൗണ്ട് ഏകദേശം സറൗണ്ടിൽ നിൽക്കുക എന്ന് പറയുന്നത്. അതേപോലെ ഇത് ഞാൻ കുറേ കൂടെ ബാക്കിലോട്ട് വലിക്കുകയാണെങ്കിൽ ശബ്ദം മുഴുവനായിട്ട് ബാക്കിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് ഫ്രണ്ടിലൊന്നും ഉണ്ടാവില്ല, ഫുൾ പുറകിലായിരിക്കും. നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഓഡിയൻസിൻ്റെ പുറകിലായിരിക്കും ശബ്ദം കേൾക്കുക ഈ ഒരു പൊസിഷനിൽ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 7.1 എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ
ഈ ശബ്ദത്തിനെ ഇവിടെ വെച്ചാൽ ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, ലെഫ്റ്റ് സറൗണ്ട്, റിയർ ലെഫ്റ്റ്, റിയർ റൈറ്റ്, റൈറ്റ് സറൗണ്ട്, പിന്നെ റൈറ്റ്. ഇപ്പോൾ ഇത്രയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സബ്ബില്ല. നിങ്ങൾ ചോദിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഈ പോയിന്റിൽ ഈ പാനറിൽ സബ്ബ് കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ഒരു ഫിൽറ്റേർഡ് വേർഷൻ നമ്മൾ ഇതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് സബ്ബിലേക്ക് വിടുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നടുക്കൊരു ഇതുണ്ട്, കണ്ടില്ലേ, ഇതൊരു ചെറിയൊരു ഫേഡർ, ഒരു കൊച്ചു ഫേഡർ. ആ ഫേഡർ ഞാൻ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഉള്ള ലോ ഫ്രീക്വൻസിയെ നമ്മൾ സബ്ബിലേക്ക് സെൻഡ് ചെയ്യണത്. ആക്ച്വലി ഈ ട്രാക്കിൽ വരുന്ന ലോ ഫ്രീക്വൻസി നമ്മൾ സബ്ബിലേക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പം നമ്മളിപ്പോൾ കിക്ക് ട്രാക്കാണ്, ഇപ്പോൾ കിക്ക് ട്രാക്ക് ആണെങ്കിൽ നമ്മളിത് സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ പവർഫുള്ളായിട്ട് കിട്ടും. ഇനി പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ തിയേറ്ററിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഞങ്ങൾ 7.1 ഇൻസ്റ്റാൾ ചെയ്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 7.1 ഇൻസ്റ്റാൾ ചെയ്തതിൽ ഞങ്ങളൊരു ഡോൾബി 750 പ്രോസസ്സറാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 650 ഉള്ള ആൾക്കാരെല്ലാവരും അത്രയും പൈസ ചിലവാക്കാതെ ചെറിയ പ്രോസസ്സറിലേക്ക്, അതായത് വേറൊരു ചെറിയ ചിലവിൽ അതിനെ ഓൾട്ടർ ചെയ്ത് 7.1 ആക്കുകയായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും. ഏകദേശം ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും അതാണ് സംഭവിച്ചത്. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഇരുന്നത് 65 എന്ന് പറയുന്ന കുറേ കൂടെ പഴയ പ്രോസസ്സറാണ്. അപ്പോൾ ഞങ്ങൾ 750 പ്രോസസ്സറിലേക്ക് മാറുന്ന ആദ്യത്തെ മിക്സിംഗ് സ്റ്റുഡിയോ ആണിത്. ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഞങ്ങളാണ് ഇൻസ്റ്റാൾ ചെയ്തത് ഒരു മിക്സിംഗ് തിയേറ്ററുകളിൽ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. ഓൾറെഡി ഒരുപാട് പേര് 750 പ്രോസസ്സർ വാങ്ങി റിലീസിംഗ് തിയേറ്ററിൽ വെച്ചിട്ടുണ്ടെങ്കിലും മിക്സിംഗ് തിയേറ്ററിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്.